നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. വിജയ് മല്യയെ തന്ന സ്വർണമൊന്നും കാണാനില്ല, അറിയുന്നുണ്ടോ? ഹൈക്കോടതി കൃത്യമായ രേഖകൾ ചോദിച്ചിട്ടുണ്ട്, SITയും ചോദിച്ചിട്ടുണ്ട്. രേഖകൾ കൊടുക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടും പ്രത്യേകിച്ച് കുലുക്കമൊന്നുമില്ല ആർക്കും. അപ്പോൾ നമ്മുടെ ഈ വിജയ് മല്യ നൽകിയത് സ്വർണമല്ല, അല്ലെങ്കിൽ വിജയ് മല്യ എന്ന് പറയുന്ന വ്യക്തി സ്വർണമേ തന്നിട്ടില്ല എന്ന നിരീക്ഷണത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഉണ്ണി നമ്പൂതിരി അല്ലെങ്കിൽ ഉണ്ണിപ്പോറ്റിയൊക്കെ തന്നെ ഏത് നിമിഷം പുറത്തിറങ്ങിയെന്ന് ചോദിച്ചാൽ മതിയല്ലോ അല്ലേ? ഉണ്ണിപ്പോറ്റിയെ പുറത്തിറക്കാൻ നടത്തുന്ന ഈ പൊറാട്ട് നാടകങ്ങളൊക്കെ തന്നെ എത്ര കാലത്ത് നിലനിൽക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉണ്ണിപ്പോറ്റിയല്ല, സർക്കാരിന്റെ ഉണ്ണിക്കുട്ടൻ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒരു വാക്കുകളാണ്, ഒരാൾ പറഞ്ഞ വാക്കുകളാണ്. ഇത് സ്വാമിക്കുള്ള പൊന്നാണ് സാർ, 24 ക്യാരറ്റ് തനിത്തങ്കം. മല്ലി സാർ പുറത്തുനിന്ന് വരുത്തിയതാണ്, അതായത് സ്വിറ്റ്സർലൻഡിൽ നിന്നും വരുത്തിയതാണ് എന്ന് JNR ജുവല്ലറി ഉടമയായ നാഗരാജന്റെ വാക്കുകളാണിത്. അത് ഒരു തെളിവായിട്ട് നിൽക്കുമ്പോഴും ആ വിജയ് മല്യയുടെ സ്വർണം 31.25 കിലോഗ്രാം തൂക്കം വരുന്ന 98-ൽ കൊടുത്ത സ്വർണം എവിടെ എന്നൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. തനിത്തങ്കം എന്ന് പറയുമ്പോൾ അത് സ്വിറ്റ്സർലൻഡിൽ നിന്ന് കൊണ്ടുവന്നതാണ്. 53 ശില്പികൾ ചേർന്ന്, ഈ നാഗരാജൻ ഉൾപ്പെടെ 53 ശില്പികൾ ചേർന്ന് അന്ന് ദേവസ്വം മരാമത്തിൻ്റെ കോംപ്ലക്സിലാണ് ഇതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചത്. ഒരു പക്ഷേ വ്രതശുദ്ധിയോടുകൂടി നാഗരാജൻ പറയുന്നത് അന്ന് രാവിലെ എഴുന്നേറ്റ് ദേഹം മുഴുവനും ഭസ്മമൊക്കെ പൂശി വ്രതശുദ്ധിയോടുകൂടി അയ്യപ്പനെ തൊഴുതിട്ടാണ് ഞങ്ങൾ ആ പണികൾ പൂർത്തീകരിച്ചത്. അതായത് ദ്വാരപാലക ശില്പം, ശ്രീകോവില്, പിന്നെ പ്രധാന വാതില്, ആനയുടെ രൂപം, താഴികക്കുടം, ഇവയൊക്കെ അന്ന് വ്രതശുദ്ധിയോടുകൂടിയാണ് ഞങ്ങളന്ന് നിർമ്മിച്ചത്. അതൊന്നും മറക്കാൻ പറ്റത്തില്ല എന്നുള്ള ഓർമ്മകളിലൂടെ പറയുന്ന തെളിവുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ വീണ്ടും തെളിവുകളുണ്ട്. നമുക്കറിയാം 98 സെപ്റ്റംബർ 4 ഒരു വെള്ളിയാഴ്ചയാണ് ഇതിൻ്റെ ഈ ഒരു ചടങ്ങ്, കലശാഭിഷേക ചടങ്ങ്, അതായത് താഴികക്കുടത്തിൻ്റെ കലശാഭിഷേക ചടങ്ങ്, സ്വർണം പൊതിഞ്ഞതിന് ശേഷമുള്ള ചടങ്ങ് നടത്താനിരുന്നത്. അന്ന് വിജയ് മല്യ വന്ന രംഗങ്ങളൊക്കെ ഒരു പക്ഷേ ഈ മാധ്യമങ്ങളുടെ ലൈബ്രറിയിലൊക്കെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അന്ന് കുറച്ച് വൈകിയാണ് എത്തിയത്, ട്രാഫിക്കിൻ്റെ ഒരു തടസ്സം മൂലമൊക്കെ അന്ന് വൈകിയാണ് വിജയ് മല്യ എത്തിയത്. 11 മണിയോടുകൂടി പമ്പയിലെത്തിയ അദ്ദേഹം 4 കിലോമീറ്റർ ഈ നീലിമല പാതയൊക്കെ ഓടിക്കയറിയാണ് അവസാനം ശബരിമല അയ്യപ്പൻ്റെ സന്നിധിയിലെത്തിയത്. അന്ന് ഈ പറയുന്ന അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് വിരമിച്ച എഞ്ചിനീയർ VGK മേനോനായിരുന്നു ഉദ്യോഗസ്ഥർ. ഇവരൊക്കെ ചേർന്നാണ് അന്ന് വിജയ് മല്യ സ്വീകരിച്ചത്. ഇതൊക്കെ ഒരു പക്ഷേ തെളിവായി ഉണ്ടെങ്കിലും, പക്ഷേ ഇതൊക്കെ തെളിവായിട്ടുണ്ട്. പക്ഷേ വിജയ് മല്യ കൊടുത്ത സ്വർണം എത്ര കിലോയാണ്, എന്താണ്, അതിൽ ഇനി എത്ര മിച്ചമുണ്ട്, ഇതൊന്നും കൃത്യമായിട്ട് മഹസറിലോ ഈ പറയുന്ന ഡോക്യുമെൻറ്റിലോ ഒന്നുമില്ല. ഹൈക്കോടതി പല രീതിയിൽ പറഞ്ഞു, മര്യാദയ്ക്ക് ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് കൂടി, ഭീഷണിപ്പെടുത്തിയിട്ട് പോലും ഉദ്യോഗസ്ഥർ കൊടുത്തില്ല. ഇന്നലെ വാസവൻ എന്തൊക്കെയോ കുറച്ച് പേപ്പറുകളൊക്കെ ആയിട്ട് ഇന്ന് പുലിവാല് പിടിച്ച പോലെ, എന്താ വാലിനകത്ത് തീ പിടിച്ച പോലെയാണ് ഇന്ന് പാഞ്ഞിരിക്കുന്നത് SITയുടെ മുന്നിലേക്ക്. പക്ഷെ കൃത്യമായ തെളിവുകൾ 98-ൽ ഇല്ല എന്നുള്ളതാണ്. 2019 മുതലുള്ളത് എന്തൊക്കെയോ എടുത്ത് ആട്ടിക്കുട്ടി പോകുന്നു എന്നല്ലാതെ കൃത്യമായിട്ട് വിജയ് മല്യ കൊടുത്തതിൻ്റെ തെളിവുകളില്ല. ആ തെളിവുകൾ എങ്ങോട്ട് പോയി? ഇങ്ങനെയാണെങ്കിൽ ആ തെളിവുകൾ ഇല്ലാത്തത്, ഇപ്പോൾ വിജയ് മല്യ എവിടെയാണ്? അദ്ദേഹം ഇങ്ങോട്ട് ഇന്ത്യയിലേക്കില്ല, ചെന്ന് ചോദിക്കാനും പറ്റത്തില്ല. ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു രേഖകളും ഒരുപക്ഷെ കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെയൊക്കെ നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ അന്ന് വിജയ് മല്യ പറഞ്ഞതാണ്, 1 ഗ്രാം പോലും കുറയരുത്, അത് അതുപോലെ തന്നെ നിങ്ങൾ മിച്ചവും വെക്കരുത്, അതുപോലെ തന്നെ കൊടുക്കണം, ഞാൻ അയ്യപ്പന് എന്തും തരാം, പക്ഷെ സമർപ്പിക്കുന്നതിൽ 1 തരി സ്വർണം പോലും പാഴാക്കരുത്, ബാക്കി വരരുത്, കാരണം ഭഗവാന് സമർപ്പിക്കുന്നതൊന്നും ഞാൻ തിരിച്ചു കൊണ്ടുപോകില്ല, അതാണ് എൻ്റെ വിശ്വാസം. ഇതാണ് അന്ന് വിജയ് മല്യ പറഞ്ഞത്. പക്ഷേ ഇതിലെ 1 തരി പോയിട്ട് 1 തരി ഇനി അതിലുണ്ടോ എന്നുള്ളതാണ് ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നത്. കാരണം വിജയ് മല്യയെ തേടി പോയാൽ ഒരു പക്ഷേ കിട്ടണമെന്നില്ല. അദ്ദേഹം നാട്ടിലോട്ട് ഇനി എന്തെങ്കിലും വരണം, വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും സാമീപ്യമുണ്ടെങ്കിലേ കിട്ടൂ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ നിലവിൽ എന്തെങ്കിലും കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡോക്യുമെൻറ്റ്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടണം. അത് വളരെ കഠിനമായ ഒരു പ്രയത്നം തന്നെയാണ് SITക്ക്. അങ്ങനെയെങ്കിൽ ഈ ദേവസ്വം ബോർഡിൽ നിലവിൽ തെളിവുകളില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള
എല്ലാവരും രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. അതാണ് പോറ്റി ആദ്യത്തെ കോൺഫിഡൻസിൽ അങ്ങനെ പറഞ്ഞത്, ഞാൻ സ്വർണം എടുത്തിട്ടില്ല, ചെമ്പാണ് എനിക്ക് തന്നതെന്ന്. കാരണം കൃത്യമായിട്ട് ആ മഹസറിൽ അല്ലെങ്കിൽ ആ ഡോക്യുമെൻറ്റ്സിൽ ദേവസ്വം ബോർഡ് എഴുതി ചേർത്തിട്ടില്ല. ആ ഡോക്യുമെൻ്റ് ഇല്ലാത്തിടത്തോളം കാലം വിജയ് മല്യ കൊടുത്തതിന് തെളിവുകളില്ല. നമുക്ക് കോടതിയിൽ വേണ്ടുന്ന തെളിവുകളാണ്, അല്ലാതെ ഈ പറയുന്ന വിജയ് മല്യ വന്നതിൻ്റെയോ പോയതിൻ്റെയോ നാഗരാജൻ പറഞ്ഞതിൻ്റെയോ ഒന്നും ബൈറ്റുകളല്ല. കോടതിയിൽ വേണ്ടുന്ന കൃത്യമായ തെളിവുകളാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി കുറ്റം ആരോപിക്കുന്നതും അല്ലെങ്കിൽ വിധി പുറപ്പെടുവിക്കുന്നത്. ഇവിടെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡും ഈ മന്ത്രിതലത്തിലേക്കാണെങ്കിൽ അങ്ങോട്ടും ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും എല്ലാവരും മുരാരി ബാബു ഒക്കെ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഈ തെളിവുകൾ കിട്ടാത്തിടത്തോളം കാലം ഇവർ സേഫ് സോണിലാണ്. അവിടെയാണ് ദേവസ്വം ബോർഡ് ഈ ഡോക്യുമെന്റ്സ് ഒന്നും കൊടുക്കാതിരിക്കുന്നത്. ഇപ്പം മനസ്സിലായല്ലോ എന്തുകൊണ്ട് ഡോക്യുമെന്റ്സ് കൊടുക്കുന്നില്ല എന്നുള്ളതിന് പലരും പറഞ്ഞത് ഒരു പക്ഷേ പലതും ഇതിനകത്ത് അടയാളപ്പെടുത്തി കാണത്തില്ല എന്നുള്ളതാണ്. പക്ഷെ അത് മാത്രമല്ല, ഇത് വൈകിപ്പിക്കും തോറും രക്ഷപ്പെടുന്നത് ഇവരെല്ലാവരും രക്ഷപ്പെടും. ഒരു ചെറിയ ശിക്ഷയോ മറ്റെന്തെങ്കിലും നൽകി, അല്ലെങ്കിൽ ഇത് സംശയാസ്പദമായിട്ട് തെളിയിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ സംശയമാണ് ഈ കേസിലുള്ളത് എന്ന് പറഞ്ഞ് കോടതിക്ക് വിധി വരാൻ പറ്റും. പക്ഷെ SITയുടെ കയ്യിലാണ് ഇനിയുള്ള കാര്യങ്ങൾ. വാസവൻ ഇന്ന് ഇല്ല പറഞ്ഞോണം വായുഗുളിക കഴിച്ചിട്ട് പായും പോലെയാണ് ഇന്ന് പാഞ്ഞിരിക്കുന്നത്. കാരണം ഇന്ന് ഹൈക്കോടതി കൃത്യമായിട്ട് പറഞ്ഞു ഇനി യാതൊരു ദാക്ഷിണ്യമില്ല, എത്രയും വേഗം തെളിവുകൾ ഹാജരാക്കണമെന്നുള്ളൂ. അപ്പോൾ ഈ ഡോക്യുമെന്റ്സ് കൊണ്ട് ചെല്ലുമ്പോൾ ഒരുപക്ഷെ 98 കാണണമെന്നില്ല ഇല്ല എന്നുള്ളത് തന്നെ പുറത്തു വരുന്നത്. കാരണം അത് ആറന്മുള ക്ഷേത്രവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല പരിശോധനകളും SIT നടത്തിയിട്ടുണ്ട്. അതായത് ഈ ഒരു സംവിധാനം നോക്കുകയാണെങ്കിൽ ആ ഘട്ടത്തിൽ 2 എഞ്ചിനീയർമാർ ഉണ്ടായിരുന്നു, എന്നാൽ പിന്നീട് ഒറ്റ എഞ്ചിനീയർമാർ. അതായത് അന്ന് ഈ ഒരു ദേവസ്വം മരാമത്ത് എന്ന് പറയുന്നത് പ്രോജക്റ്റ് ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ട ഈ പ്രോജക്റ്റ് ഡിവിഷൻ ചീഫ് എഞ്ചിനീയർ, ഡിവിഷൻ എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ചീഫ് എഞ്ചിനീയർ ജനറലും ഉണ്ട്, പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇത് രണ്ടും കൂടെ ചേർന്ന് ഒന്നായിട്ട് തീർന്നു. അപ്പോൾ ഇപ്പോൾ ചീഫ് എഞ്ചിനീയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ചീഫ് എഞ്ചിനീയർ അടുത്തോട്ട് ചോദിക്കാൻ പറ്റത്തില്ല, കാരണം അന്നത്തെ 2 വ്യക്തികളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഇടയ്ക്ക് ഈ ദേവസ്വം ബോർഡ് കമ്മീഷണർ വിജിലൻസ് തന്നെ 3 പേര് അടുപ്പിച്ചടുപ്പിച്ച് മാറുകയൊക്കെ ചെയ്തു. അപ്പോൾ 2019 ഇനി ചോദിക്കാനുള്ള പത്മകുമാറിൻ്റെ അടുത്താണ്. അപ്പോൾ പത്മകുമാർ ആ കാലത്തിൽ ഇല്ലായിരുന്നു, പെട്ടെന്ന് വന്നു കയറിയ ഒരാളാണ്. അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു സന്ദർഭവുമായി ബന്ധപ്പെട്ട് പല തിരിമറികൾ മാത്രമല്ല, പല ആൾക്കാരെ ഔദ്യോഗിക തലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയും പല കാര്യങ്ങൾ ഈ പറയുന്ന ചീഫ് എഞ്ചിനീയർ എന്ന് പറയുന്ന പദവി 2 പേരുണ്ടായിരുന്ന ഒന്നാക്കി. അപ്പോൾ ഇങ്ങനെയുള്ള ഇതുള്ളതുകൊണ്ട് വളരെ കൺഫ്യൂസ്ഡ് ആണ്. അവിടെ ആലോചിച്ച് ഗൂഢമായ നീക്കങ്ങൾ നന്നായിട്ട് പ്ലാൻ ചെയ്യും. കാരണം ഈ ഉദ്യോഗസ്ഥരെ മാറ്റുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൊണ്ട് പറ്റുന്ന കാര്യമല്ലല്ലോ. അത് ഔദ്യോഗിക തലത്തിൽ മന്ത്രിതലത്തിലും മുഖ്യമന്ത്രി തലത്തിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ മാറ്റാൻ പറ്റും. അല്ലാതെ ദേവസ്വം ബോർഡ് ജീവനക്കാരെ ദേവസ്വം ബോർഡിനും പോലും മാറ്റാൻ പറ്റത്തില്ല. അത് മുകളിൽ നിന്നുള്ള ഒരു ഉത്തരവ് വരാതെ, മന്ത്രിതലത്തിൽ നിന്നുള്ള ഒരു ഉത്തരവ് വരാതെ ഒന്നും അവരെ മാറ്റാൻ പറ്റില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് വെൽ പ്ലാൻഡ് ആയിട്ട് ഒരു പ്ലാൻ 1A തോറ്റു കഴിഞ്ഞാൽ പ്ലാൻ B ഉണ്ട്, പ്ലാൻ B പോയി കഴിഞ്ഞാൽ C ഉണ്ട്. അതിലാണ് ഇപ്പോൾ SIT കിടന്ന് ചുറ്റി വളഞ്ഞിരിക്കുക. അതായത് നേരെ പോകാൻ പറ്റുന്നില്ല, നേരെ ചെല്ലുമ്പോൾ അവിടുന്ന് തട്ടിത്തടഞ്ഞ് ഇപ്പുറത്തോട്ട് വരും, അവിടുന്ന് പോയി ഇങ്ങോട്ട് വരും. അപ്പോൾ ഇതിങ്ങനെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യാണ് SIT. അതായത് ഇപ്പം ഈ ഒരു ദേവസ്വം ബോർഡിൻ്റെ രജിസ്റ്റർ ഉൾപ്പെടെ പല കാര്യങ്ങൾ ചോദിച്ചിട്ട് അവർ ഡിലേ ചെയ്യുന്നതിൻ്റെ കാരണം എന്താ? അത് പലതും എടുത്തു മാറ്റിയിട്ടുണ്ട്. കാരണം ഒരാൾ വന്ന് നോക്കിയാൽ പോലും കൃത്യതയില്ലാത്ത രീതിയിൽ അത് മാറ്റിയിട്ടുണ്ട്. ഈ പണ്ട് നമ്മളൊരു സിനിമ കണ്ടിട്ടുണ്ട്, ചില ഡോക്യുമെന്റ്സ് എല്ലാം ചെതലരിപ്പിച്ചിട്ട് പഴയതാക്കി വെക്കുന്ന വിദ്യകൾ. അത്തരത്തിലുള്ള എന്തൊക്കെ വിദ്യകൾക്ക് വേണ്ടിയിട്ട് ഇപ്പം എത്ര ആഴ്ചയായിട്ട് ചോദിക്കുന്നു ഹൈക്കോടതി SIT ഇത്തരത്തിലുള്ള ഡോക്യുമെന്റ് നൽകുക എന്ന് പറഞ്ഞാൽ. എന്തുകൊണ്ടാണ് നൽകാത്തത്? അവർക്കറിയാം ഇതിൽ ഒരുപാട് ഇത് മാറ്റേണ്ടിയിരിക്കുന്നു എന്നുള്ളത്. അപ്പം ഇനിയിപ്പോൾ എന്തായാലും കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ വിജയ് മല്യയുടെ കൊടുത്ത സ്വർണത്തിൻ്റെ രേഖകളൊന്നുമില്ല. 98 അങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം 2019 വരെയുള്ള ഇവർ മുതലുള്ളത് ഇങ്ങോട്ട് ക്ലിയർ ചെയ്തിട്ട് ഇവർ 98 ഇനിയിപ്പോൾ ഇട്ട് കൊടുത്തേക്കുക. കാരണം 98 അന്ന് ആരാണ് അങ്ങോട്ടേക്ക് മാറ്റി ഇട്ട് കൊടുത്തേക്കുക. ആരെ തപ്പിയെടുക്കും, എങ്ങനെ എടുക്കും? അതെ, എങ്ങനെ എടുക്കാനാണ്? അപ്പൊ അതില് ഭയങ്കരമായിട്ട് അന്നത്തെ ഓരോ വ്യക്തികളെ ചോദ്യം ചെയ്യണം. ഉണ്ടോ, നിലവിൽ ജീവിച്ചിരിപ്പുണ്ടോ, ഇല്ലാത്തവരൊക്കെ കാണും. അതായത് ഒരു എന്താണ് പറയുന്നത്, ഒരു ഇത്രയും അന്ന് തന്നെ നല്ല കോടി രൂപ, 100 കോടിക്ക് അപ്പുറത്തേക്ക് അതിനൊരു വാല്യൂ ഉണ്ട്. എന്നിട്ട് പോലും ഒരു രേഖയിലും എഴുതി വെക്കാതെ, ആ രേഖയിൽ എഴുതി വെച്ചാൽ പോലും സൂക്ഷിക്കാതെ നിൽക്കുന്ന ഒരു നീക്കമുണ്ടല്ലോ. ഇത് അഹങ്കാരത്തിന്റെ കൊടുമുടി എന്ന് വേണം പറയാം. കാരണം ഇത് 50 കൊല്ലം മുമ്പുള്ളത് വരെ ഉണ്ട് രേഖകൾ. പക്ഷെ 98 വിജയ് മല്യ കൊടുത്തത് മാത്രമില്ല.
കാരണം അതിന് മുന്നുള്ള പല രേഖകളുമുണ്ട്. എനിക്ക് തോന്നുന്നു 1950 കാലഘട്ടം മുതലുള്ള ഈ ദേവസ്വം ബോർഡ് വന്ന കാലഘട്ടം മുതലുള്ള എല്ലാ രേഖകളും കൃത്യമായിട്ടുണ്ട്. കരുണാകരനെയൊക്കെ ഭരിച്ചിരുന്ന കാലത്താണ് 18ാം പടിയുടെ നിർമ്മാണമൊക്കെ, ഇതെല്ലാം ബന്ധപ്പെട്ട രേഖകളെല്ലാം ഉണ്ട്. പക്ഷേ ഈ വിജയമല്യയുടെ മാത്രം രേഖകൾ മിസ്സായിരിക്കുകയാണ്. അപ്പൊ അത് മിസ്സാക്കിയതാവാം. ഈ പാറമുളയിലും ഒക്കെ ഇതിന് ദേവസ്വം ബോർഡ് പലയിടത്തും ഈ അന്വേഷണങ്ങൾ നടത്തിയിട്ട് എങ്ങീ രേഖയില്ല, കൊടുത്ത രേഖകളില്ല. മാത്രമല്ല 2019 പോറ്റിക്ക് കൊടുത്ത ചെമ്പാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ രേഖ. അപ്പൊ അതിന് മുന്നിൽ സ്വർണം പൂശിയതാണെന്നോ അല്ലെങ്കിൽ സ്വർണ്ണ പാളിയാണെന്നോ ഒന്നുമില്ല. ഇത് ഈ പുരാതന കാലത്തുള്ള രീതി അനുസരിച്ചാണ് ഇതിനകത്ത് ഈ സ്വർണം ഇവർ പതിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ സ്വർണം പൂശുകയല്ല, ഇതിനകത്ത് ഇത് ചെയ്യല്ലേ, പ്ലേറ്റിംഗ് അല്ല നടത്തിയത്. അന്നത്തെ കാലത്ത് ഈ കുതിരയുടെ എന്തിന്റെയും ഒക്കെ തോലുപയോഗിച്ച് ഒട്ടകത്തിന്റെ തോലുപയോഗിച്ച് ബുക്ക് ഉണ്ടാക്കി ആ ബുക്കിനകത്ത് 5000 തവണ ഇത് വെച്ച് അടിച്ച്, അതായത് ഈ സ്വർണം 26 ഗ്രാം, ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു, ഒരു ബുക്കിൻ്റെ ഇതിനകത്ത് 26 ഗ്രാം സ്വർണം വെച്ചിട്ട് ആ പ്ലേറ്റ് വെച്ച് അടിച്ച് 5000 തവണ ഇട്ട് അടിച്ച് അത് പേപ്പറിനേക്കാളും വളരെ മൃദുവാക്കിയിട്ട് അതാണ് ഈ പറയുന്ന ഇതിലേക്ക് മെർക്കുറിയിലാണ് ഇത് പിടിപ്പിച്ചിരിക്കുന്നത്. അത് ഇത് മിക്സിങ് അല്ല, ചെമ്പും സ്വർണവും കൂടെ ഉള്ള മിക്സിങ് അല്ല, ഇത് പ്ലേറ്റഡ് ആയിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ അത്രയും 31 കിലോയിൽ പുറത്തുള്ള ഈ സ്വർണം എല്ലാത്തിനകത്തും പതിപ്പിച്ചപ്പോൾ തന്നെ പിന്നീട് അതിനകത്ത് എങ്ങനെയാണ് ഒരു ചെമ്പ് തികട്ടി വരുന്നതെന്ന് വെച്ചാൽ നമുക്കറിയില്ല. ഇപ്പോൾ 1 ഗ്രാം തനി സ്വർണത്തിൽ തീർത്ത സ്വർണം പോലും എത്രയോ വർഷങ്ങൾ നമ്മുടെയൊക്കെ കയ്യിൽ നിൽക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഒരു ചെമ്പ് ഇങ്ങനെ പുതുതായിട്ട് വരണമെങ്കിൽ ഇച്ചിരി പാടാണ്. കാരണം 1900 ഗ്രാം ഇതാണ് ചെമ്പിനകത്താണ് ഇത് ഇവര് പ്ലേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, 30 കിലോ. മാത്രമല്ല ഇത്രയും സംഗതികൾ അവിടെ വെച്ചാണ്, ആ ശബരിമല സന്നിധിയിൽ വെച്ച് തന്നെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, ശില്പികൾ നിർമ്മിച്ചിരുന്നത്. പക്ഷേ ഇത് എന്തിനാണ് 2019 ഈ ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ കയ്യിൽ വെളിയിൽ കൊടുത്തു വിട്ടതെന്നുള്ള ഇതാണ്. ഹൈക്കോടതി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ക്ഷേത്രങ്ങളുടെ ഒരു കാര്യങ്ങളും ഒരു ഉരുപ്പിടികളും വെളിയിൽ കൊണ്ടുവന്ന് നിങ്ങൾ ഇത് ചെയ്യരുതെന്നുള്ള ആ ഒരു വിധി നിലനിൽക്കുകയാണ് വെളിയിൽ കൊണ്ട്. അത് ഒരു തവണയാണ്, 2 3 തവണയൊക്കെ കൊണ്ടുപോയി ഇത് മാറ്റി മാസങ്ങളോളം എടുത്ത് മാറ്റിയിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഇത് ഉണ്ടാക്കാൻ തന്നെ നിർമ്മിക്കാൻ തന്നെ അവിടെ വെച്ചാണ് നിർമ്മിച്ചത്. അങ്ങനെയുള്ള ഒരു കാര്യം എന്തിനാണ് ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യകളൊക്കെ വലിയ രീതിയിലുള്ള ഈ സന്ദർഭത്തിൽ പുറത്തേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഇത് കൃത്യമായിട്ട് 2019 ചേർന്നുള്ള പരിപാടികളാണ്. പക്ഷേ ഇത് ഇനിയിപ്പോൾ ഇവരൊക്കെ രക്ഷപ്പെടുന്നത് വിജയമല്യ ഈ കൊടുത്ത സ്വർണത്തിന്റെ ഒരു ഡോക്യുമെന്റ്സും ഇല്ല, ഇത് കണ്ടെത്തുന്നത് വരെ ഇവരൊക്കെ രക്ഷപ്പെടും എന്നുള്ള രീതിയിലാണ് വരുന്നത്. മിക്കവാറും ഇതെന്താ ചെറിയ എന്തെങ്കിലും ശിക്ഷയിലൊക്കെ ഒതുക്കിയിട്ട്, കാരണം കൊടുത്ത സ്വർണത്തിന്റെ ഇതില്ലല്ലോ, നമ്മൾ വാഗൊണ്ട് പറയുന്നതോ അല്ലെ മറ്റൊന്നും അല്ലല്ലോ, ഇത് കൃത്യമായ ഡോക്യുമെന്റ്സ് കോടതിക്ക് ഇല്ലാത്തടത്തോളം കാലം പഴുതടച്ച് ഉള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതാണ് ഇവരൊക്കെ ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് ശബരിമല വിഷയം നിലനിൽക്കുന്നത്. പക്ഷെ എന്നാലും ഈ പറയുന്ന കോടതിക്ക് ഒരുപക്ഷെ തെളിവുകളായിരിക്കും വേണ്ടുന്നത്, കോടതിക്ക് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും വേണ്ടുന്നത്. തെളിവുകൾ അയ്യപ്പൻ തന്നെ കൊണ്ടുവന്ന് കൊടുക്കട്ടെ, എവിടെ മുഖ്യ പേപ്പറുകളാണോ അല്ലെങ്കിൽ അത് കൃത്യമായിട്ട്, അല്ലെങ്കിൽ വിജയമല്യ എന്നെ വന്ന് കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് കൊടുക്കട്ടെ എന്നേ നമുക്ക് പറയാനുള്ളൂ. പക്ഷേ അത് അയ്യപ്പൻ തന്നെ ഒരു വിശ്വാസം അല്ലേ, നമ്മുടെയൊക്കെ ഒരു വിശ്വാസമാണ്, കൊണ്ട് ഇത്രയും തെളിയിക്കാന്നുണ്ടെങ്കിൽ അതും അയ്യപ്പൻ തന്നെ തെളിയിക്കട്ടെ. ഇവരെത്ര മുക്കിയാലും പൊക്കാനുള്ള ശക്തി അയ്യപ്പനുണ്ട്, അത് പൊക്കട്ടെ. പക്ഷേ നിലവിൽ ഇത് ഡോക്യുമെന്റ്സ് ഇല്ലാത്തടത്തോളം കാലം ഇവർ സേഫ് സോൺ തന്നെയാണ്. ആരും തന്നെ വലിയ ശിക്ഷ ഇതിലേക്കൊന്നും പോകത്തില്ല. നിലവിലുള്ള തെളിവുകളൊക്കെ വെച്ച് എന്തെങ്കിലും ചെറിയ ശിക്ഷ, കാരണം ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ശിക്ഷകളൊന്നും കിട്ടത്തില്ല, ചെറുത് എന്തെങ്കിലും കിട്ടിക്കൊണ്ട് ഇവർ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. പക്ഷേ അതിനപ്പുറം ഇപ്പുറത്ത് ഗുരുവായൂരപ്പൻ പൊങ്ങിയിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ്റെ സ്വർണം ഇതുപോലെ തന്നെ കോടികളാണ് പോയിരിക്കുന്നത്. അപ്പോൾ മുരാരി ബാബുവിന് അയ്യപ്പൻ ഒരുപക്ഷെ അയ്യപ്പൻ്റെ കാര്യത്തിൽ പോയാലും ഗുരുവായൂരപ്പൻ്റെ കാര്യത്തിൽ പിന്നെയും കിടപ്പുണ്ട് പല കാര്യങ്ങളും, പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. തീർച്ചയായിട്ടും അയ്യപ്പനും ഗുരുവായൂരപ്പനും ഒക്കെ തന്നെ അവരവരെ തന്നെ സൂക്ഷിക്കുക. ഈ ഒരു നോക്ക് കാണാനായി എത്തുന്ന ഭക്തരെ അവരെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാലെങ്കിൽ മതിയാകും. കാരണം അങ്ങനെയാണ്, ഗുരുവായൂരൊക്കെ പോയി കഴിഞ്ഞാൽ മണിക്കൂറോളം ക്യൂ നിന്ന് ഇരുന്ന് വേര് വിറച്ച് നാമജപം മാത്രം നടത്തിയൊക്കെ ഈ ഗുരുവായൂരപ്പനെ കാണുന്ന സമയമൊക്കെയാണ്. എന്തായാലും ജനങ്ങളിലുള്ള വിശ്വാസം അത് നശിക്കാതിരിക്കട്ടെ. തീർച്ചയായിട്ടും ഇത്തരം കോൺഫിഡൻസോട് കൂടി നിൽക്കുന്നവർ ഒരു കാര്യം കൂടി ഓർക്കുക, പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ തന്നെയാണ്.